അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ കുറവുകളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് ഇത് കേൾക്കുമ്പോൾ ഒരു അത്ഭുതം കണ്ടിരിക്കും. സക്കായിയുടെ ജീവിത സംബന്ധമായി ചില വിഷയങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സമ്പന്നനായ പദവിയുള്ള പ്രതാപമുള്ള സക്കായി എന്ന വ്യക്തി യേശുവിനെ കാണാൻ ഉള്ളിൽ ആഗ്രഹിച്ചുകൊണ്ട് യേശുവിൻ്റെ അടുക്കലേക്ക് പാഞ്ഞെടുക്കുമ്പോൾ അവൻ്റെ കുറവ് തിരിച്ചറിയാമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതകരമായൊരു കാര്യം. അവൻ പൊക്കം കുറവുള്ളവനായിരുന്നത് കൊണ്ട് തൻ്റെ കുറവിനെ പരിഹരിക്കാൻ ഓടിച്ചെന്നൊരു കാട്ടത്തിമേൽ കയറുന്ന സക്കായിയെ നമുക്ക് കാണാൻ കഴിയും. കയറിയ മരത്തിൻ്റെ ഗുണമോ രൂപമോ ഭംഗിയോ അവൻ നോക്കിയില്ല. അവൻ്റെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളായിരുന്നു, യേശുവിനെ ഏതു വിധേനയും കാണുക എന്നുള്ളത്. യേശുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ജീവിതങ്ങളുടെ മേൽ വന്നു വീഴുന്ന ചില സ്പെഷ്യൽ കോളിങ്ങുകൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇന്ന് ഈ സമയത്ത് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന ഒരേ ഒരു വചനമെന്ന് പറയുന്നത്, സക്കായി തൻ്റെ ജീവിതത്തിലൂടെ തൻ്റെ കുറവ് കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ കണ്ടുമുട്ടിയത് യേശുവിനെയാണ്. കാണാൻ ആഗ്രഹിച്ചവന്റെ വിളി കേട്ട് അവൻ ഇറങ്ങി വന്ന് അവന്റെ കൂടെ നടന്ന് സ്വന്തം ഭവനത്തിൽ പാർക്കുന്ന അനുഭവത്തിലേക്ക് സാഹചര്യത്തിൽ തിരിക്കാൻ ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ഇന്ന് ഇതെന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എത്ര പ്രഗത്ഭരോ എത്ര താഴ്ന്നവരോ ഏത് സഭയിൽ പോകുന്നവരോ ഏത് സമുദായത്തിൽപ്പെട്ടവരോ നിങ്ങളുടെ കുറവിനെ പരിഹരിക്കാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത യേശുവിന്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കി മാറ്റുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നാളുകളായി മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് പരാതി പറഞ്ഞ് പിറുപിറുത്തുകൊണ്ട് നടന്ന ചില അനുഭവങ്ങളിൽ നിന്ന് യേശുവുമായി ഒരു എൻകൗണ്ടർ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഇന്ന് തന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എവിടെയാണോ എൻ്റെ കുറവെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പരിഹരിക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ എന്നെ വിളിക്കുന്ന ഒരു യേശു, എൻ്റെ കൂടെ നടക്കുന്ന യേശു, എന്നോട് കൂടെ വസിക്കുന്ന ഒരു യേശുവിൻ്റെ സാന്നിധ്യത്തെ തിരിച്ചറിയുവാൻ എനിക്ക് കഴിയും എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത്. ഇത് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എവിടെയൊക്കെയോ ചില മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നാളിതുവരെ അനുഭവിച്ചറിയാൻ കഴിയാത്ത ദൈവിക സ്പർശനത്തെ ദൈവിക സാന്നിധ്യത്തെ അനുഭവിച്ചറിയാൻ കഴിയുന്ന ഒരു ദിവസമായി ഈ ദിവസത്തെ മാറ്റട്ടെ. ലാസറിന്റെ കല്ലറയ്ക്ക് മുൻപിൽ വന്നു നിന്നുകൊണ്ട് യേശു അവരോട് പറയുന്ന ഒരു കാര്യം എങ്ങനെയാണ്? കല്ല് ഉരുട്ടി മാറ്റുവിൻ. കല്ലറ പൊളിക്കാനല്ല യേശു പറഞ്ഞത്, കല്ല് ഉരുട്ടി മാറ്റുവിൻ എന്നാണ്. യേശുവിന് വേണമെങ്കിൽ ഒരു വലിയ അത്ഭുതം ചെയ്തുകൊണ്ട് ആ കല്ലിനെ ഉരുട്ടി മാറ്റാൻ കഴിയത്തില്ലേ? കല്ലറകളെ പൊളിച്ച് ലാസറിനെ പുറത്തെടുക്കാൻ കഴിയത്തില്ലേ? കഴിയും. എന്നാൽ യേശു പറയുന്നത്, ആരാണോ കല്ലുരുട്ടി വെച്ച് അവൻ തന്നെ ഉരുട്ടി മാറ്റട്ടെ, എങ്കിൽ ഒരു അത്ഭുതത്തെ പുറത്തു കൊണ്ടുവരാൻ എനിക്ക് കഴിയുമെന്നുള്ളതാണ്. നാളിതുവരെ കല്ലറ തുറക്കുന്നത് കല്ലറയ്ക്ക് അകത്ത് ആളുകളെ വെക്കാനാണ്. എന്നാൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സത്യം പോലെ കല്ലറ തുറക്കുമ്പോൾ അകത്തേക്ക് വെക്കാനല്ല, അകത്തുള്ളവനെ പുറത്തെടുക്കുന്ന അത്ഭുതത്തിലേക്ക് വഴിത്തിരിവായി മാറിയത് ആരാണോ ഉരുട്ടി വെച്ചത് അവർ തന്നെ കല്ലുരുട്ടി മാറ്റാൻ തയ്യാറാകുമ്പോഴാണ്. ജീവിതത്തിന്റെ ചില മേഖലകളിൽ നാളിതുവരെ കണ്ടിട്ടില്ലാത്ത അനുഭവങ്ങളെ കാണാൻ നിങ്ങൾക്ക് സാധ്യമായി മാറുന്നത് നിങ്ങളുടെ കുറവുകളെ പരിഹരിക്കാൻ നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോഴാണ്. ഞാൻ ഓക്കെ ആണെന്നും ഞാൻ പെർഫെക്റ്റ് ആണെന്നും ഞാൻ ചിന്തിച്ചിരിക്കുന്ന ചില മേഖലകളിൽ നിന്ന് നമ്മുടെ കൺസെപ്റ്റുകളെ പൊളിച്ചു കളയാൻ തയ്യാറാകുമെങ്കിൽ ചില കല്ലറകൾ പൊളിഞ്ഞു മാറുന്നത് പോലെ അത്ഭുതത്തെ പുറത്തെടുക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില അത്ഭുതത്തെ നിങ്ങൾ നേരിട്ട് കാണും, നിങ്ങൾ അനുഭവിക്കും. ഒരു പേഴ്സണൽ എൻകൗണ്ടർ യേശുവുമായി സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ദൂത് നിങ്ങളോട് കൈമാറുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എവിടെയാണോ തെറ്റിപ്പോയത്, എൻ്റെ കുറവെന്താണോ, എവിടെയാണോ ഞാൻ പരിഹരിക്കപ്പെടേണ്ടത്, അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് യേശുവെ അങ്ങയുടെ പാദപീഠത്തിൽ ഞാൻ വീഴാൻ തയ്യാറാകുന്ന ഒരു തീരുമാനത്തോടുകൂടി ഇന്ന് നിങ്ങൾ ദൈവ സാന്നിധ്യത്തിലേക്ക് വരുമെങ്കിൽ സക്കായിക്കുണ്ടായ ഒരു എൻകൗണ്ടർ പോലെ പേഴ്സണൽ എക്സ്പീരിയൻസ് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ കഴിയും. നാളിതുവരെ ആരൊക്കെയോ പറഞ്ഞു കേട്ടുള്ള അറിവല്ലേ, നാളിതുവരെ എവിടെയൊക്കെ അത്ഭുതങ്ങൾ നടന്നു എന്ന് കാതിലൂടെ കേട്ടതല്ലേ, ഇന്ന് ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചാലോ? നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? എൻ്റെ കുറവിനെ പരിഹരിക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ ഒരു ഉറപ്പ് ഞാൻ പറയുന്നു, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അത്ഭുതം, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു സൗഖ്യം, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ഡെലിവറൻസ് എൻ്റെ ലൈഫിൽ കണ്ടിരിക്കും. എൻ്റെ കുറവുകളെ പരിഹരിക്കാൻ ഞാൻ തയ്യാറാകുമ്പോൾ എന്നിൽ ഒരു ഡെലിവറൻസ് നടന്നിരിക്കും. വിശ്വസിക്കേ, ഇത് നിങ്ങൾക്കുള്ള വചനമാണ്, ഇത് നിങ്ങൾക്കുള്ള ദൂതാണ്. ഇതിനെ സ്വീകരിച്ചുകൊണ്ട് ജീവിതത്തിൽ ഉടഞ്ഞു കിടക്കുന്ന അനുഭവങ്ങളിൽ നിന്ന്, തകർന്നു കിടക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് ഒരു കുതിച്ചെഴുന്നേൽപ്പ് പോലെ പരിശുദ്ധാത്മാവ് ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കട്ടെ. എന്താണ് എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി? അതിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്ന എൻ്റെ പരിഹരിക്കപ്പെടേണ്ട കുറവുകൾ, എൻ്റെ തെറ്റുകൾ, അതിനെ ഒന്ന് നികത്തുവാൻ, അതിനെ ഒന്ന് ബോധ്യമാക്കി തരുവാൻ എനിക്ക് പരിശുദ്ധാത്മാവിൽ കഴിയട്ടെ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുമെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ
വഴിത്തിരിവുകളായി മാറും. ഇന്ന് നിങ്ങൾ ഒരു തീരുമാനമെടുക്കുമെങ്കിൽ അടുത്ത സന്ദേശം കേൾക്കുന്നതിന് മുൻപേ നിങ്ങളുടെ ലൈഫിൽ ഒരു ഡെലിവറൻസ് നടന്നിരിക്കും. വാക്കുകൊണ്ടല്ല, പ്രവൃത്തിയിൽ വെളിപ്പെടുന്ന അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലും സാധ്യമായി തീരട്ടെ. സക്കായിയുടെ ജീവിതത്തെ തിരിച്ച ജീവിത സാഹചര്യങ്ങൾ പോലെ യേശുവുമായുള്ള ഒരു എൻകൗണ്ടർ സംഭവിപ്പാനായി നിങ്ങളുടെ കുറവുകളെ പരിഹരിച്ച് തിരഞ്ഞെടുക്കുന്ന വൃക്ഷത്തിന്റെ പ്രത്യേകത എന്തെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ മുള്ളാണോ മുരുക്കാണോ അത്തിയാണോ എന്നൊന്നും അവൻ ചിന്തിച്ചില്ല. അവന്റെ ലക്ഷ്യം യേശുവിനെ കാണുക എന്നുള്ളത് മാത്രമായിരുന്നെങ്കിൽ ആ ഒരു ബോധ്യം, ആ ഒരു ലക്ഷ്യം നിങ്ങളുടെ അകത്ത് കത്തട്ടെ. അത് കത്തണമെങ്കിൽ നിങ്ങളുടെ കുറവുകൾ എന്തെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണം. ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വേദനയിലും ശോധനയിലും നിരാശയിലും പ്രത്യാശ ഉളവാക്കുന്ന ചില എൻകൗണ്ടറുകൾ നിങ്ങൾക്ക് സംഭവിക്കട്ടെ. നിങ്ങളുടെ കുറവുകളെ തിരിച്ചറിഞ്ഞ് ദൈവവും മുൻപാകെ താഴ്ന്നു കൊടുത്തുകൊണ്ട് അത്ഭുത സൗഖ്യവും സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതങ്ങളിൽ വെളിപ്പെടാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ വചനങ്ങളിൽ ബലപ്പെട്ട് നിങ്ങളൊരു അത്ഭുതമായി മാറാൻ, ഒരു സാക്ഷ്യമായി മാറാൻ